ഷീലാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. US വിസിറ്റിൻ്റെ കുറച്ച് അനുഭവങ്ങൾ കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. സെപ്റ്റംബർ 3 ഞങ്ങൾ അയോവയിൽ നിന്നും രമ്യു, രാജേഷ് താമസിക്കുന്ന കണക്റ്റിക്കട്ടിലേക്ക് പോയി. ഒരാഴ്ചത്തേക്കാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. അവിടെ രാജേഷും വൈഫ് ഇന്ദുവും മോൾ അദ്വൈതയുമാണുള്ളത്. മകൻ അവ്യയ് ഒഹായോ എന്ന സ്റ്റേറ്റിൽ ക്ലേവ്ലാൻഡിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു. ഇന്ദു ന്യൂയോർക്കിലൊരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. മോൾ 6th ആണ് പഠിക്കുന്നത്. കണക്റ്റിക്കട്ടിൽ കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കറങ്ങി. ആദ്യം പോയത് സ്റ്റേറ്റ് ഫോർഡിൽ ബൂത്ത് മെമ്മോറിയൽ പാർക്ക് കാണാനാണ്. ഒരു പാർക്കും ചർച്ചുമൊക്കെയായി മനോഹരമായ ഒരു സ്ഥലം. ഷെൽട്ടണിലുള്ള ജോൺസ് ഫാമിലി ഫാം കണ്ടു. അതൊരു വൈനറിയാണ്. പലതരത്തിലുള്ള മുന്തിരികൾ പ്ലക്കിങ്ങിന് പാകമായി നിൽക്കുന്നു. പലതരത്തിലുള്ള വൈനിൻ്റെ ടേസ്റ്റും ആസ്വദിച്ചു. പിന്നെ നോർവാക്ക് റിവർ വാലി സന്ദർശിച്ചു. നിറയെ മരങ്ങളും റിവറും വാലിയുമൊക്കെയായി ഒരു സുന്ദരമായ പ്രദേശം. അമേരിക്കയിലെ എല്ലാ ഭൂപ്രദേശങ്ങളും കണ്ണിനിമ്പമേറുന്നതാണ്. ഓരോ ഭാഗവും കാണുമ്പോൾ അതിസുന്ദരമായി തോന്നും. ഇവരുടെ വീട്ടിലും കുറച്ച് വെജിറ്റബിൾസൊക്കെ കാണുന്നുണ്ടായിരുന്നു. കുമ്പളങ്ങയും പയറും വലിയ കാപ്സിക്കം പോലത്തെ എരിവില്ലാത്ത മുളകുകളുമൊക്കെ പാകമായി നിൽക്കുന്നത് കണ്ടു. ഇതിനിടയ്ക്ക് പലതരത്തിലുള്ള ഭക്ഷണം ടേസ്റ്റ് ചെയ്തു. സുഷി എന്ന ഒരു ജാപ്പനീസ് ഫുഡ് കഴിച്ചു. മീൻ കൊണ്ടുള്ള വളരെ ടേസ്റ്റിയായി തോന്നിയ ഒരു വിഭവം. കണക്റ്റിക്കട്ടിൽ മോൺട്രോ എന്ന സ്ഥലത്ത് വോൾഫ് പാർക്ക് സന്ദർശിച്ചു. സുന്ദരമായ ഒരു ലേക്കും ഒരു വനപ്രദേശവും. ഒരു ഗാർഡൻ സ്നേക്കിനെയും അവിടെ കണ്ടു. ഇവിടെയും പാമ്പുകളുടെ വാസമുണ്ടെന്ന് മനസ്സിലായി. ഗ്രേറ്റ് ഹോളോ റെയിൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടുത്തെ ദി ഗ്രേറ്റ് ഹോളോ ലേക്കും അതിസുന്ദരം തന്നെ. കൊക്കിനെ പോലെ തോന്നിക്കുന്ന ദേശാടന പക്ഷികൾ ധാരാളമായി ഇവിടെ കണ്ടു. ഒരു ഫൗണ്ടനും ഉണ്ട്. ഇതിനടുത്തായി അമേരിക്കക്കാരുടെ ഒരു വിനോദമായ ഗോൾഫ് കളിക്കുന്ന ഗ്രൗണ്ടുകളും വിസിറ്റ് ചെയ്തു. ഗോൾഫിൻ്റെ നിയമങ്ങളും രീതികളും രാജേഷ് വിശദീകരിച്ചു. ഞങ്ങളും അതിൽ പങ്കുചേർന്നു. കണക്റ്റിക്കട്ടിലെ ഒരു ഫിറ്റ്നസ് സെൻ്ററും സന്ദർശിച്ചു. ഞങ്ങൾ 2 ദിവസം ന്യൂയോർക്ക് സിറ്റി കാണാൻ പോയി. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാം. നന്ദി, നമസ്കാരം.